കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു തുരുത്തുണ്ട്. വളരെ ദയനീയമായ ജീവിതം നയിക്കുന്ന കുറെ മനുഷ്യർ താമസിക്കുന്ന ഒരു തുരുത്ത്. താന്തോണി തുരുത്തിലെ ദുരിത കാഴ്ചകൾക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട്. താന്തോണി തുരുത്തിലേക്കാണ്. അവിടുത്തെ ദുരിത കാഴ്ചകൾ അവിടെ പോയി തന്നെ കാണാം. എല്ലാ ദിവസവും വെള്ളം കയറും. അങ്ങനത്തെ സ്ഥലമാണിത്. ഇതിപ്പോ നല്ല ചതുപ്പാണ്. എന്താ പോലും അവസ്ഥ? വന്ന വഴിയാണ് ഈ കാണുന്നത്. ഇറങ്ങാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഇട്ടേക്കണാണ്. ഈ അമ്പലത്തിന്റെ അവസ്ഥ എന്താ വെള്ളം കയറുമ്പോ? അമ്പലത്തിലും അതെ. കാരണം വേലിയേറ്റ സമയത്ത് അമ്പലത്തിന്റെ അകത്തും വെള്ളം കയറും. ഈ മാസത്തിൽ ഒരു ദിവസം ഇവിടെ പൂജയുള്ളു. ഇപ്പൊ നാളെ പൂജയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം തുറക്കും. എന്നിട്ട് അടിച്ചു കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇത് നടത്തുന്നത്. ഇവിടുത്തെ ഇത് കണ്ടതേ വെള്ളം ഈ വേലിയേറ്റ സമയത്ത് കാരണം വെള്ളം തങ്ങി കിടക്കുന്നത്. ഇവിടെ ഇതിങ്ങനെ കെട്ടിക്കിടക്കും എപ്പോഴും? ഇത് എപ്പോഴും ഫുൾ ടൈം കിടക്കും. ഇങ്ങനെ എല്ലാ വീടുകളുടെയും മുറ്റം ഇതുപോലെ ചതുപ്പായി മാറിയിരിക്കുകയാണ്. എല്ലാവരും എല്ലാ സ്ഥലവും ഇങ്ങനെ തന്നെയാണ്. ഒരു വീടും ഒരു ഇതായിട്ട് ഉണങ്ങിയായിട്ട് കാണൂല. കാരണം അതേപോലെ കിടക്കും. വീട്ടുമുറ്റത്ത് കളിക്കാനൊന്നും കുട്ടികൾക്ക് പറ്റില്ല. ഒന്നും പറ്റൂല. പിള്ളേര് മുളാട് കേമ്പിന്റെ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പോയാണ് പൈസ കൊടുത്തിട്ട് കളിക്കുന്നത്. ഉച്ചയപ്പൊക്കലിങ് തുടങ്ങിയ ഇവിടെ 2 മാസം ഞങ്ങൾ ഇത് തന്നെയാണ്. നമുക്ക് നേരം ചെയ്യാൻ പണിക്ക് പോകാൻ പറ്റൂല. ഇപ്പൊ ഞാൻ ചോദിച്ചു, ഒരു മരണം ഇവിടെ ഉണ്ടായി കഴിഞ്ഞാലേ മൃതദേഹം അങ്ങനെ ഒറ്റ വഞ്ചിയിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ കൊണ്ടുപോകും. അല്ലാതെ 2 വഞ്ചിയായിട്ട് കൊണ്ടുപോകാൻ പറ്റൂലേ. ഇപ്പം നമ്മൾ പോകുന്നില്ലേ അതേപോലത്തെ ഒരു വഞ്ചിയാണെങ്കിൽ അത് നമ്മൾ ആംബുലൻസിൽ പോയി സ്ട്രെച്ചർ എടുത്തുകൊണ്ടേണ്ട അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ഇത് പിടിച്ച് മുകളിൽ വെക്കും. എൻ്റെ കുടയെ പിടിച്ചാണ് ഈ സാധനം കൊണ്ടുപോകണം. അതായത് ഞങ്ങൾ പണിക്ക് പോയി വന്നം ഒരു ആസ്പത്രിയിൽ പോകണമെങ്കിൽ അല്ല എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒക്കെ അങ്ങനെ തന്നെ. ഒരു ഗുരുതരാവസ്ഥയിലൊരു രോഗി ഉണ്ടായാൽ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയില്ല. ഈ വഞ്ചിയൊക്കെ തന്നെ വേണം. താന്തോണി തുരുത്തിലെ എല്ലാ വീടുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. വാതിൽ തുറന്ന് നേരെ ഇറങ്ങുന്നത് ഈ മലിനജലത്തിലേക്കാണ്. ഇത് വെള്ളം ഇറങ്ങിയ ശേഷമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം വീട്ടുമുറ്റത്ത് ഓടിക്കളിക്കാനുള്ള ഭാഗ്യം പോലുമില്ല. ചതുപ്പിൽ പൂണ്ടുപോകും, അല്ലെങ്കിൽ തെന്നി വീഴും. ഇവിടുത്തെ ഏകദേശം എല്ലാ വീടുകളുടെയും സെപ്റ്റിക് ടാങ്കുകൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ഇങ്ങനെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. സ്വാഭാവികമായും ഈ നിലയിൽ വെള്ളം കയറുമ്പോൾ ഈ സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഉൾപ്പെടെയാണ് ഈ വീടുകൾക്കുള്ളിലേക്ക് ഇരച്ചു കയറുന്നത്. വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്തിരി കട്ടൻ തിളപ്പിച്ച് കുടിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ്. അടുക്കളയിലൊക്കെ ചെന്നൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾക്ക്. പിന്നെ ഇതുപോലെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് നേരം വെളുപ്പിക്കും. ബാത്റൂമൊക്കെ ഇങ്ങനെ വെള്ളം മൂടിപ്പോവും. താഴ്ന്ന സ്ഥലമൊക്കെ ഉണ്ട്. ടാങ്കൊക്കെ മൂടിയിട്ട് വെള്ളം കയറി കഴിഞ്ഞ ആദ്യത്തെ പൊക്കത്തിൽ ഞങ്ങൾ ആകെ അവശയായിപ്പോയി. എല്ലാം അടിഞ്ഞൊക്കെ ഉള്ളിലേക്ക് വന്ന് അടുക്കളയിലൊക്കെ. പിന്നെ ഈ കഴിഞ്ഞ പൊക്കലൊക്കെ അത്രയും ഇതായി വന്നില്ല. എങ്കിലും അടുക്കളയൊക്കെ വെള്ളം കയറാറുണ്ട്. അങ്ങനെയൊക്കെ ഇതാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേറെ പോകാനും എനിക്കനക്ക് വയ്യാത്ത ആളെ കൊണ്ടങ്ങ് പോകാനും ഒന്നും പറ്റില്ല. ഒരു മരണമുണ്ടായാൽ മൃതദേഹം പുറം ലോകത്തേക്ക് എത്തിക്കാനും താന്തോണി തുരുത്തുകാരുടെ ആകെ ആശ്രയം ഈ കാണുന്ന വഞ്ചി മാത്രമാണ്. കൊച്ചി നഗരത്തിന്റെ വർണ്ണക്കാഴ്ചകൾക്കിടയിലാണ് ഒരു വർണ്ണവുമില്ലാതെ ഈ മനുഷ്യരുടെ ജീവിതവും ഇവർ തള്ളി നീക്കുന്നത്. ഇനിയെങ്കിലും അധികാരികൾ താന്തോണി തുരുത്തിന് നേരെ കണ്ണു തുറക്കേണ്ടതുണ്ട്. ഇവരുടെ ദുരിതത്തിന് ചെവി കൊടുക്കേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനും നിതിലിനുമൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.